വന്നേ ഇവിടെ വന്നേന്ന് ഒരു സ്വകാര്യം പറയട്ടെ. പാല് കുടിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ബൈ. അത്രക്ക് ഇഷ്ടമാണെങ്കിൽ നീ കുറച്ച് ചാണകം കലക്കി കുടിക്കടി എന്നാണ് എനിക്കുള്ളൂട് പറയാനുള്ളത്. ഇതാണ് അപർണ എന്ന് പറയുന്ന ഒരു നാണം കെട്ടവൾ എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇവളുടെ ഈ അപരാധ വീഡിയോ കാണുന്നുണ്ട്. മിക്ക യൂട്യൂബേഴ്സും ഇവളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കും എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി. ഇപ്പൊ നമുക്കറിയാം, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള അപരാധ വീഡിയോകളാണ്. അതും സ്ത്രീകൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. എവിടെയും അങ്ങനെയാണല്ലോ. ഇതുപോലുള്ള അപരാധങ്ങൾ കാണിക്കാനും സ്ത്രീകൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവൾക്ക് രണ്ട് മറുപടി പറയണം എന്ന് തോന്നി. ഇവളാണെങ്കിൽ ഒരു നാണം കെട്ടവളാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ പബ്ലിക്കായിട്ട് ബീച്ചിൽ നിന്നിട്ടാണ് ഇവൾ ഇമാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവളുടെ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഇവളുടെ ഒരു മൊണ്ണ ഭർത്താവ് തന്നെ ആയിരിക്കണം. കാരണം ഭാര്യ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുമ്പോൾ നല്ല ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവളുടെ വീഡിയോസ് എല്ലാം എടുത്തു കൊടുക്കുന്നത് അവളുടെ ഭർത്താവ് തന്നെ ആയിരിക്കണം. എന്താ ഇവളെയൊക്കെ പറയണ്ടേ? എന്നെ കൊണ്ടിയാടി ഒന്ന് പോടോ. ഓ പിന്നെ എങ്ങോട്ടാ കുണ്ടേം വിളിക്കി? നിന്റെ തന്തയെ കാണാൻ. അയാൾ അവിടെ വരാറുണ്ടോ? കണ്ടല്ലോ, ഇതാണ് ഈ നാണം കെട്ടവളുടെ പരിപാടി. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അവളുടെ മുഖം അങ്ങോട്ട് കാണിക്കാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, ഇത്രയൊക്കെ കാണിക്കാമെങ്കിൽ പിന്നെ നിന്റെ ആ അളിഞ്ഞ മോന്ത കാണിക്കാൻ എന്തിനാടി നീ ബുദ്ധിമുട്ടുന്നത്? മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അവള് വന്നിട്ട് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്നത്. കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഒരുത്തിയാണെന്നാ തോന്നുന്നത്. രണ്ട് പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ കണ്ടിട്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണല്ലോ അവള് ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടല്ലോ, അവളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുക. അതാണ് ഇവളുടെ മെയിൻ പരിപാടി. ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം അതാണ് കേട്ടോ. അതായത് ഇവള് ഇതുപോലെ തന്നെ ഒരു ബീച്ചിൽ വന്ന് നിന്നിട്ട് പറയുന്നു പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് ഒരു ബീച്ചിൽ ഇരുന്നിട്ട് അവളുടെ ഇന്നർവെയർ ഒക്കെ ഊരിയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്നിട്ട് അതിന്റെ ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ആപ്പ് ഉണ്ട്, അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. അധ്വാനിക്കണ്ട, വിയർപ്പൊഴുക്കണ്ട, ഒന്നും വേണ്ട. സ്വന്തം ശരീരം തന്നെ ഒരു ജീവിത മാർഗമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഇതുപോലുള്ള കുറേ അലവലാതി ഡാഷ് മക്കളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇനി ഇതുപോലുള്ളവർക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് പരിപാടി. കാരണം ഇവളുടെയൊക്കെ അക്കൗണ്ട് പൂട്ടണം. ഇമാതിരി അപരാധങ്ങൾ കാണിച്ച് സമൂഹത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ മാത്രമല്ല, ഇവൾ ഇമാതിരിയൊക്കെ അപരാധങ്ങൾ കാണിക്കാൻ എന്തും കാണിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറെ അവളുമാരുണ്ട്. ഇവളമാരുടെയൊക്കെ ഈ സബ്സ്ക്രിപ്ഷനും അതും ഇതുമൊക്കെ എടുക്കുന്നവര് വീട്ടിലെ എന്താ പറയുക, ഭാര്യയും മക്കളും അല്ലെങ്കിൽ കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. കുടുംബത്തിലേക്ക് കൊടുക്കേണ്ട പൈസ ആയിരിക്കും ഒരുപക്ഷെ ഇതുപോലുള്ള അവളുമാരുടെ ഈ അപരാധങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും ചെലവാക്കുന്നത്. കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ നശിപ്പിക്കുന്ന ഒരു തരം അപരാധി മക്കളാണ് ഇതുപോലുള്ളത്. ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്, കുറെ തള്ളച്ചിമാരും ഉണ്ട്. കുറെ തള്ളച്ചിമാരങ്ങ് ഇറങ്ങിയിരിക്കുക. കുറെ അവളുമാര് ഭർത്താക്കന്മാരും സപ്പോർട്ടാണ് ഇതുപോലുള്ള അപരാധം കാണിക്കാനായിട്ട്. ഒരുപാട് അവളുമാരുണ്ട്. എല്ലാത്തിനും പൊളിച്ചടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക, ഇതുപോലുള്ള അവളുമാരെ അങ്ങ് നാറ്റിക്കുക. അതായത് എത്രയും പെട്ടെന്ന് ഇവളുമാരുടെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടിക്കണം. അതായത് പർപ്പിൾ ഹാൽസിയോൺ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അശ്വിനി എന്നാണ് അവളുടെ പേര്. അവൾ ഇതുപോലെ ഇൻസ്റ്റാ സബ്സ്ക്രിപ്ഷൻ വഴി മാസം 40 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരുത്തിയാണ്. അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടി. അതുപോലെ ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്ന എല്ലാ അവളുമാരുടെയും അക്കൗണ്ട് പൂട്ടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതുപോലുള്ള അവൾമാർക്കെതിരെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും ഒരുപാട് അലവലാദികളുണ്ട്, എല്ലാത്തിനും നമ്മൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.
ആഹാ, ഇവളെ കണ്ടില്ല, ഇവളാണ് തുമ്പി. അയ്യോ, ഇത് അതിലും ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ക്ലീവേജ് കാണിക്കുക, അതായത് മറച്ചു വെക്കേണ്ട ഭാഗങ്ങളൊക്കെ അങ്ങ് പ്രദർശിപ്പിക്കുക. അയ്യോ, ഇവളുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഈ കൊച്ചു കുട്ടികൾ ഇടുന്ന പോലത്തെ അര ട്രൗസർ, കുഞ്ഞു പാവാട, അതുപോലെ തന്നെ ഡ്രസ്സുകളാണ് ഇവളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവള് മെയിനായിട്ട് ഇവളുടെ ക്ലീവേജ് കാണിക്കുക, പിന്നെ വട കാണിക്കുക, നമ്മുടെ രേണുസുതി പറയുന്ന പോലെ വട കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുകയാണ് കേട്ടോ. അയ്യോ, ഒരു അലവലാതി പെണ്ണും, ഒരുപാട് പ്രായം പോലും ഇല്ല ഇതിന്. ഇവളുടെ കൂടെ ഒരുത്തനുണ്ട്, ഒരു കോന്തനുണ്ട്. ഇവളുടെ ഭർത്താവാണോ അതോ ഭർത്താവാന്നും പറയുന്നുണ്ട്, ആങ്ങളെയാന്നും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ട് ആ ഒരു കോന്തൻ. ആ കോന്തനാണ് ഇവളുടെ ഇമാതിരി അപരാധ വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇവക്കും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ, ഇവക്കും നല്ല വരുമാനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറെ അവളുമാരുണ്ട് ഈ ഒരു മേഖലയിൽ. എല്ലാത്തിന്റെ അക്കൗണ്ട് പൂട്ടണം. ഇത് വേറൊരു അലവലാതി. സാധാരണ നമ്മളൊക്കെ ഡ്രസ്സ് ഇടുന്നത് എന്തിനാ? നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ പൊതുവെ നല്ല സ്ത്രീകളൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ശരീരഭാഗങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും. അവളാണെങ്കിലോ, അവളെ വലിയ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് പൊക്കി കാണിക്കുകയാണ്. റീച്ച്, അത് തന്നെയാണ് ഇവളുടെയൊക്കെ മെയിൻ പരിപാടി. ഇവളാണ് ലിൻജോസ് പെരേരയുടെ കൂടെയും അതുപോലെ തന്നെ വേറൊരു അലവലാതി ഒരുത്തനുണ്ടല്ലോ, അഭിലാഷ് ആട്ടായ എന്ന് പറയുന്ന, അവന്റെയൊക്കെ കൂടെ ഒരുമാതിരി അലവലാദികളെ പോലെ കടന്നുകൊണ്ട് കൂത്താടുക, റീൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടവരാതം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മുടെ അതുൽ വ്ളോഗ്സ് പറയുന്ന പോലെ കാട്ടവരാതം, അതുപോലത്തെ പരിപാടിയാണ് ഇവളൊക്കെ കാണിക്കുന്നത്. ഇവക്കൊക്കെ എന്തിന്റെ കേടാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ റീച്ചിനും നാലാൾ അറിയപ്പെടാനും വേണ്ടിയിട്ട് സ്വന്തം ശരീരം മറ്റുള്ളവരെ അങ്ങ് പ്രദർശിപ്പിക്കുകയാണ്. അതിലൂടെ മാത്രമേ ഇവക്കൊക്കെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ എന്തെങ്കിലും വീഡിയോസോ റീൽസോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ഇവക്കൊന്നും ഒരു പട്ടികൾ പോലും ഇവളെ തിരിഞ്ഞു നോക്കത്തില്ല. ഇവക്കൊക്കെ നന്നായിട്ട് അറിയാം. അതിനൊക്കെ നല്ല കഴിവ് വേണം. അല്ലാതെ വന്നിട്ട് ഇമാതിരി സ്വന്തം ശരീരം അങ്ങോട്ട് കാണിക്കുക, പൊക്കി കാണിക്കുക, മാക്സിമം കാണിക്കാവുന്ന അത്രയും അങ്ങ് പ്രദർശിപ്പിക്കുക. ഓരോ നാണോ മാനോ ഉളുപ്പും ഇല്ലാത്ത കുറേ ഡാഷ് മക്കളുണ്ട്, സ്ത്രീകൾ തന്നെ. സ്ത്രീകളാണ് ഈ ഒരു രംഗത്ത് മിന്നി നിൽക്കുന്നത്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ പുരുഷന്മാർ എത്രയോ ഭേദം. അവരെ ഏതെങ്കിലും പുരുഷന്മാർ എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കാണിച്ച് പണം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ശരീരഭാഗം കാണിച്ച് പണം ഉണ്ടാക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേസമയം സ്ത്രീകൾ ഒയ്യോ മറച്ചു വെക്കേണ്ടതെല്ലാം പ്രദർശിപ്പിക്കുകയാണ്. ഇത് കാണാനായിട്ട് കുറേ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ അലവലാതി ഞരമ്പന്മാരും ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇവളുടെയൊക്കെ റീൽസ് പിടുത്തം. ഇപ്പൊ വേറെ ഏതോ ഒരു മൊണ്ണയാണ് ഇവളുടെ കൂടെ റീൽ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. കണ്ടല്ലോ, കാണിച്ചു കൂട്ടുന്നത് കണ്ടല്ലോ. മറ്റവനെന്നാ നല്ല സുഖമല്ല. അവൻ ചെന്നിട്ട് അവളെ ഇടിപ്പിക്കാനായിട്ട് നിന്ന് കൊടുക്കുന്നു. അവൻ കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുക്കുന്നു. ഇവനൊക്കെ എന്ത് അപരാധവും കാണിക്കട്ടെ. ഇതൊക്കെ എടുത്ത് എന്തിനാ സോഷ്യൽ മീഡിയയിലേക്ക് എഴുന്നള്ളിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. നമ്മളൊക്കെ വെറുതെ ഒന്നുമല്ല ഇതിനെതിരെ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള അപരാധ വീഡിയോസ് ഇവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനെതിരെ പ്രതികരിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് തന്തയില്ലാത്തവന്മാർ വന്ന് കമന്റ് ഇടും. അതായത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്കൊന്നും വേറെ പണിയില്ലേ, നീ അവളെ വിറ്റ് ജീവിക്കല്ലേ, മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വായടപ്പിക്കാൻ നോക്കും. എന്നാൽ ഇതുപോലുള്ള വിഷജന്തുക്കൾ, അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കുറെ അവളുമാരുണ്ട്. വളർന്നു വരുന്ന തലമുറയെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ അവളുമാരുണ്ട്. അപ്പൊ ഇതുപോലുള്ള അവളുമാരുടെ ഇങ്ങനെയുള്ള അപരാധങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കല്ല വേണ്ടത്. നമ്മളെ പോലുള്ളവർ പ്രതികരിക്കണം. അല്ലാതെ നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നാളെ നമ്മുടെ വീടുകളിലും ഒക്കെ ഉണ്ട് മക്കളും സ്ത്രീകളും ഒക്കെ. അവരൊക്കെ ഈ ഒരു രംഗത്തേക്ക് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇതുപോലുള്ള അപരാധങ്ങൾ കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യുവോ? അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള, ഇതുപോലെ അഴിഞ്ഞാടുന്നവന്മാർക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. നിർത്തണം ഈ മാതിരി അപരാധങ്ങളൊക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലവും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ എന്ന് കരുതിയിട്ട് എന്ത് തറത്തരവും വന്ന് കാണിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഈ ഒരു അഴിഞ്ഞാട്ടം, ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു അഴിഞ്ഞാട്ടം, അതിനൊരു അറുതി വരുത്തിയേ മതിയാകുള്ളൂ. അതിനൊരു അവസാനം വരുന്നവരെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പം നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ വന്ന് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല.
ഇതിനെതിരെ ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇതിനൊരു അവസാനം വരുന്നവരെ. എന്റെ കാമന്മാരൊക്കെ പിണങ്ങി പോയി ഇന്നത്തോടെ. എന്ത് കഷ്ടമാണെന്നൊക്കെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ കാമോട് കണ്ടെന്നാന്ന് പറഞ്ഞോളൂട്ടാ.